ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം UDF ഭരണസമിതിയിലേക്കും 2017 നടന്ന കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താനും നിർദ്ദേശം. ആരോപണങ്ങളിൽ അഗ്നിശുദ്ധി വരുത്താനുള്ള അവസരമെന്ന് അജയ് തറയിൽ. SIT അന്വേഷണത്തിൽ തൃപ്തിയെന്ന് BJP. കവി സച്ചിദാനന്ദന്റെ തുടർ ഭരണവിരുദ്ധ പരാമർശത്തിൽ കരുതലോടെ പ്രതികരിച്ച LDF. ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന സൂചനയാണ് ലേഖനത്തിലെന്ന് MV ഗോവിന്ദൻ. നിലപാട് ആവർത്തിച്ച് സച്ചിദാനന്ദൻ. തുടർ ഭരണം ആപത്താണെന്ന അഭിപ്രായവുമായി സാറ ജോസഫും. ഇടത് സഹയാത്രികർ പോലും കൈവിട്ടെന്ന പ്രതിപക്ഷം. ജീവനക്കാരുടെ ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ച് സർക്കാർ. 22% നിന്നും ക്ഷാമബത്ത 25%. ഫെബ്രുവരിയിലെ ശമ്പളത്തോടൊപ്പം ജീവനക്കാർക്ക് പുതിയ ക്ഷാമബത്ത. പെൻഷൻകാർക്ക് മാർച്ചിൽ 3% ക്ഷാമ ആശ്വാസം. CJ റോയ്ക്ക് ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്ന സഹോദരന്റെ ആരോപണം തള്ളി കോൺഫിഡന്റ് ഗ്രൂപ്പ്. IT വകുപ്പ് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എല്ലാ രേഖകളും കൃത്യമായതിനാൽ ആശങ്കയുമില്ല. റോയ്ക്ക് സാമ്പത്തികമോ ശാരീരികമോ കുടുംബപരമോ ആയ പ്രശ്നങ്ങളില്ലെന്നും TA ജോസഫ്. ചെയർമാന്റെ മരണം ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും ഉപഭോക്താക്കൾക്ക് MDയുടെ ഉറപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് MV ശ്രേയംസ് കുമാർ. ജില്ലാ ഘടകങ്ങളുടെ എതിർപ്പ് തള്ളി ഇടതുമുന്നണിയിൽ തുടരാൻ RJD നേതൃയോഗത്തിൽ ധാരണ. മുന്നണി വിടാൻ ഉചിതമായ സമയമല്ലെന്ന് നേതൃത്വം. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന സൂചന നൽകി PJ ജോസഫ്. സീറ്റുകൾ മാറിയേക്കും. ഇത്തവണ ജയമാണ് മുഖ്യമെന്നും PJ ജോസഫ്. മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമാവുന്നു. ഉക്രൂൽ ജില്ലയിൽ കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ. കുക്കി വിഭാഗക്കാരുടെ വീടുകൾ കത്തിച്ചു. കർഫ്യൂ പ്രഖ്യാപിച്ച് ജില്ലാ ഭരണകൂടം. നടൻ ബിജു മേനോനെതിരെ B ഉണ്ണികൃഷ്ണൻ. കരാർ പ്രകാരം സിനിമാ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്തില്ല. നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടമായെന്നും ആരോപണം. താരങ്ങളുടെ ഉയർന്ന വേതനം പ്രതിസന്ധിയെന്ന നിർമ്മാതാക്കളുടെ സംഘടന.